ചെയ്തു നയന പെർഫോമൻസ്? എൻജോയ് ചെയ്ത പാടിയത്. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ നൈസ് പെർഫോമൻസ്. ആൻഡ് നയന ആക്ച്വലി ഇങ്ങനത്തെ പാട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇതിനേക്കാൾ മുമ്പ് ഇങ്ങനത്തെ സോങ്സ് പെർഫോം ചെയ്തിട്ടില്ല. ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ കൂടുതൽ ഫോൾസെറ്റോയിലാണ് പാടാറ്. ഒറിജിനലിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ പാടിയത്. സോ എക്സലന്റ്. എന്നാൽ ജഡ്ജസ് റിവ്യൂസ് എന്താണെന്ന് ചോദിക്കാം. തേജസ് സർ, വാട്ട് ഡു യു തിങ്ക്? നയന എന്താ ഫോൾസ് വോയിസിലാണ് പാടുന്ന പറഞ്ഞ? ഇതിനു മുന്നേ പാടിയ ഫോൾസ് വോയിസ് ആണോ? അങ്ങനെയല്ല, ഞാൻ ബേസിൽ ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഫോൾസ് വോയിസ് എന്ന് പറയുന്നത് നമ്മൾ നയന ഫോൾസായി പാടുന്ന സ്ഥലത്തെ പാട്ടുകൾ അങ്ങനെ പാടുക, അല്ലാണ്ട് സാധാരണ പാടുമ്പോൾ നമ്മളെ ഓൺ വോയിസിലാണ് നമ്മൾ പാടുക. മനസ്സിലാവും. നയന ഉദ്ദേശിച്ച ബേസ് റേഞ്ചിൽ ആദ്യമായിട്ട് പാടുന്ന പാട്ടെന്ന് അല്ലേ? അസാധ്യമായിരുന്നു. ഫാന്റാസ്റ്റിക്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ആ ഫീല് കറക്റ്റായിട്ട് പണ്ട് ലാസ്റ്റ് മാത്രം മറ്റേ പുലിമേലാല ലാസ്റ്റ് പല്ലവിയിൽ വന്നില്ല, ആ നോട്ട് മാത്രം ചെറുങ്ങനെ ക്ലാഷ് ആയല്ലോ, ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ആ ഫീലിൽ നന്നായിട്ട് പാടിയതിന് നല്ലൊരു എന്താ പറയാ, നല്ല സ്പിരിറ്റ് ഉണ്ടായിരുന്നു പാട്ടിൽ. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു തേജസ് സർ. രാഹുൽ ജി. നയന നല്ലൊരു സോങ് സെലക്ഷനാണ്. കാരണം നയന ഇതിനു മുമ്പ് പാടിയ പാട്ടുകൾ ഒരു വേറെ ജോണേഴ്സിലുള്ള പാട്ടുകളായിരുന്നു. കുറച്ചും കൂടെ ഇന്ത്യനൈസ്ഡ് സോങ്സ് ആയിരുന്നു. ഇത് ഇന്ത്യനൈസ്ഡ് തന്നെയാണ്, എന്നാലും ഒരു നിയോ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ സോങ്. അപ്പം അത് പ്രത്യേകിച്ച് അതിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല സിംഗിങ് വൈസ്. ചെയ്തത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നന്നായി ചെയ്തു. വിത്ത് എ വെരി ഗുഡ് നയന ടച്ച്. നയനയുടെ വോയിസ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം പാടിയപ്പോൾ പറഞ്ഞായിരുന്നു. ആ ടെക്സ്ചർ നന്നായി യൂസ് ചെയ്തു. വേറൊരു റേഞ്ച് ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാട്ടിലും കട്ടിലും തമ്മിലൊന്നും മനസ്സിലായില്ല. ആദ്യം കാടാണോ പിന്നെ കട്ടിലാണോ, ഒന്ന് രണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട്. രണ്ടും കാട്ടിൽ തന്നെ പാടിയത്. അതൊന്ന്. പിന്നെ തേജേട്ടൻ പറഞ്ഞ ലാസ്റ്റ് പുലിമാൻ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐ വുഡ് സേ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഡൺ ഇൻ ആൻ ആവറേജ് വേ. കാരണം ഇത്രയും നല്ലൊരു പാട്ട് നന്നായി ഓഡിയൻസിനൊക്കെ കയ്യിലെടുത്ത് തകർക്കാവുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? ഞാൻ അവിടെയാണ് ചില സിംഗേഴ്സ്, ഇപ്പോൾ റോഷന്റെ കാര്യം പറഞ്ഞല്ലോ, ചില സിംഗേഴ്സിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരു സോങ് ആണെങ്കിലും ചില ആളുകൾ വന്നിട്ട് ദേ വിൽ ഗെറ്റ് ദ സ്റ്റേജ് ഇൻ ദെയർ ഹാൻഡ്സ്. ഐ വുഡ് അങ്ങനെ ഒരു സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സോങ്ങിൽ. ഇപ്പോൾ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അധികം മൂവ് ചെയ്താലും ശ്വാസമൊന്നും പിടിച്ചപ്പോൾ പോയി അധികം പ്രശ്നമാകാവുന്ന സംഗതികളോ കാര്യങ്ങളൊന്നും ഈ പാട്ടിലില്ല. വളരെ സിമ്പിൾ സോങ്. ബട്ട് യു കുഡ് ഹാവ് ഡൺ ലിറ്റിൽ മോർ വെൻ ഐ എം ലുക്കിംഗ് ഫോർ എക്സലൻസ്. മനസ്സിലായില്ല? നമ്മൾ കുറേ ആവറേജ് ആളുകളുടെ ഇടയിൽ ഇഫ് യു വോണ്ട് ടു ബി ദ ടോപ്പ് ദെൻ യു ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ 10 more minutes ഇല്ലേ? നമ്മൾ ചില ജിംനേഷ്യത്തിലൊക്കെ പോകുമ്പോൾ അറിയാം, ഒരേപോലെ 1 മണിക്കൂർ ചെയ്ത് പോകുന്ന ആളുകൾക്ക് ഒരുപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറെ ഒരു 1-2 മണിക്കൂറുകളും കൂടെ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. നമ്മളായിരിക്കും ഒന്നും മണ്ടന ഇയാൾ എന്ത് വേറെ ടൈമൊന്നും ഇല്ല ഇയാൾക്ക്. പക്ഷെ അയാളായിരിക്കും മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ മിസ്റ്റർ കേരളയൊക്കെ ആകാൻ പോണ ആള്. അയാളായിരിക്കും കുറെ കൂടെ എഫേർട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞ പോലെ യു ഹാവ് ടു ഗിവ് ഇൻ ലിറ്റിൽ മോർ. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടണം. കാരണം അവിടെ നിന്ന് ഒരു സർക്കിളിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നയന പെർഫോം ചെയ്തത്. വിഷമിക്കാൻ പറയണല്ല, നെക്സ്റ്റ് ടൈം ടു ബി ബെറ്റർ കേട്ടോ. വെരി ഗുഡ്. താങ്ക് യു ജഡ്ജസ്. നയന, ആക്ച്വലി ഇതെന്റെ നെക്സ്റ്റ് എനിക്ക് ചോദിക്കണമായിരുന്നു. നയന ഈ വളരെ സേഫ് ആയിട്ടല്ലേ ഒരു സേഫ് സോങ് ആണോ സെലക്ട് ചെയ്തത്? കാരണം നയന യു ഹാവ് സാങ് മോർ കോംപ്ലിക്കേറ്റഡ് സോങ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, ബേസിൽ ഞാൻ അധികം പാട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ ഓക്കെ. കാരണം ഞാൻ വിചാരിച്ചു ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സോങ്സ് യു ഹാവ് സാങ് റിയലി വെൽ. അത് കാരണം ഞാൻ ചോദിച്ചത്. നോ ഇഷ്യൂസ്, വിൽ ആസ്ക് ഫോർ ജഡ്ജസിന്റെ റേറ്റിംഗ്സ്. രാഹുൽ ജി, ഹൗ ഡു യു റേറ്റ് നയനാസ് പെർഫോമൻസ്? ടോപ്പ് മോസ്റ്റ്. Top performance. Okay. And Tejas sir? I'm giving history. History. Mixed reviews ആണ് ജഡ്ജസിന്റെ. ഓൾ റൈറ്റ്. രാഹുൽ ജിയുടെ ഒപ്പീനിയനും യൂസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം തന്നെ മിക്സ് ചെയ്തിട്ട് പ്രാക്ടീസിൽ ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യണം. കാരണം ദി ഓൺലി അൾട്ടിമേറ്റ് ഇപ്പം നയനയുടെ എയിമാണ് അവിടുത്തെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. ആൻഡ് പറ്റുകയാണെങ്കിൽ നമ്പർ 1 ചാമ്പ്യൻ്റെ ബാഡ്ജ് തിരിച്ചു മേടിക്കാൻ. ഓൾ റൈറ്റ്. All the very best, you Naina. Congratulations. Mixed reviews for Naina and excellent reviews Manikanda Das. Now, ഒരു ചെറിയ commercial break എടുത്തിട്ട് we are going to be continuing this rocking episode, this wonderful episode. Stay tuned to Joy Alucas Star of Stars. First ad lib വന്നപ്പോൾ we were all in the mood.